ശിഹാബുദ്ദീൻ മന്നനി, പാർട്ടിയുടെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഏറെ ബഹുമാന്യനായ അഷ്റഫ് കാവച്ചമ്പലം, പ്രിയപ്പെട്ട പാർട്ടി ജില്ലാ ഭാരവാഹികൾ, നേതൃത്വങ്ങൾ, പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ, ഇന്ന് ഈ പാതിരാത്രിയിൽ നമുക്കിവിടെ ഒത്തുകൂടേണ്ടി വരുന്നത് ഈ രാജ്യത്തെ ഫാസിസം എത്രമാത്രം ഒരു അന്വേഷണ സംവിധാനത്തെ എസ്ഡിപിഐ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നേരെ അവരെല്ലാ ആയുധവും ഉയർത്തിക്കാട്ടിക്കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ നമ്മുടെ ജില്ലാ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇന്നത് എസ്ഡിപിഐയുടെ മേലിലാണെങ്കിൽ വരുന്ന ഓരോ ദിവസവും ഓരോരോ പാർട്ടികളെ തേടി, ഓരോരോ പാർട്ടികളുടെ നേതാക്കളെ തേടി വരുന്ന സാഹചര്യമുണ്ടാകും. എസ്ഡിപിഐയുടെ പ്രിയപ്പെട്ട ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ചെയ്തത് എസ്ഡിപിഐ എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഒരു നേതാവായി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഹൃദയബന്ധമുള്ള ഒരാൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. പക്ഷേ രാജ്യത്തെ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഇന്ത്യയെ ഒരു രാഷ്ട്രീയ നേതാവിനെ ആദ്യമായിട്ടല്ല ED അറസ്റ്റ് ചെയ്യുന്നത്. അതിന്റെ എണ്ണം ഇങ്ങോട്ടെടുത്താൽ മുഖ്യമന്ത്രിയായിരുന്ന 2 സംസ്ഥാനം ഭരിച്ചിരുന്ന ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന 2 സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹത്തെ ഇതേ ED അറസ്റ്റ് ചെയ്തിരുന്നു. കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നതടക്കം ചിദംബരം, കോൺഗ്രസിന്റെ പ്രബലനായ ഒരു നേതാവ്, അദ്ദേഹത്തിനെ 100-ലധികം ദിവസം ED അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. പിന്നെ നമ്മുടെ കേരളത്തിലടക്കം നിരവധി CPMന്റെ നേതാക്കന്മാർ, അതുപോലെ തന്നെ വിവിധ വ്യവസായികൾ, ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ, ഇങ്ങനെ നിരവധി ആളുകളെ ED അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്തിരിക്കുന്ന ഒരു ഫാസിസ്റ്റ് കാലത്താണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, ED ഏകദേശം 5267 കേസുകൾ ഇതുവരെ 10 വർഷമായി ഈ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തു. ആ രജിസ്റ്റർ ചെയ്ത കേസുകളിൽ വെറും 40 കേസുകൾ മാത്രമാണ് കോടതി ശിക്ഷിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ED RSS എഴുതിക്കൊടുക്കുന്ന, RSSന്റെ ആലയത്തിൽ നിന്ന് ചുട്ടുകൊടുക്കുന്ന, ആ സംവിധാനത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു അന്വേഷണ ഏജൻസിയായി അധപ്പതിച്ചു പോയിരിക്കുന്നുവെന്നതാണ് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്ന് ബോധ്യമാകുന്നത്. 132 അന്വേഷണ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ED ഇതേ MK ഫൈസിക്കെതിരെ ഉയർത്തിയ ആരോപണം ഉയർത്തി അറസ്റ്റ് ചെയ്തിരുന്നു. അവരിൽ പലരും ജയിലിൽ അടച്ചിരുന്നു. ആ 132 രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം കള്ളക്കഥകൾ ചമയ്ക്കുകയായിരുന്നു ED എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട MK ഫൈസി എന്ന പ്രിയപ്പെട്ട നേതാവിനെയും ഈ കോടതി, ഇതേ കോടതി, രാജ്യത്തിന്റെ പരമോന്നത കോടതി വെറുതെ വിടും എന്നതിൽ യാതൊരു സംശയമില്ല. കാരണം അദ്ദേഹത്തിന്റെ കരങ്ങൾ ശുദ്ധമാണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ തുറന്ന പുസ്തകമാണ്. ആരെയും ഭയപ്പെടേണ്ടതില്ല. രാജ്യത്തെ ആയിരക്കണക്കിന്, 10,000-കണക്കിന് ഓഫീസുകളുണ്ട്. ആ ഓഫീസുകളിൽ ഇന്ന് റെയ്ഡ് ചെയ്തിരിക്കുന്നത് 10-ൽ താഴെ ഉള്ള ഓഫീസുകളാണ്. പക്ഷേ ഞങ്ങൾ പറയുന്നു, പ്രിയപ്പെട്ട മാധ്യമങ്ങൾ, പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ, നിങ്ങൾ ഞങ്ങളുടെ ഓരോ ഓഫീസുകളിലേക്കും കയറി വരൂ. അവിടെ ഒന്നും കാണാൻ കഴിയുന്നില്ല. അവിടെ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസുകളിലേക്കും കയറിപ്പോകുമ്പോൾ എന്തൊക്കെയാണോ ലഭിക്കുന്നത് അതേ രേഖകൾ മാത്രമായിരിക്കും എസ്ഡിപിഐയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുക എന്നതാണ് ഇന്നത്തെ റെയ്ഡിൽ നിന്ന്, അത് പിടിച്ചെടുത്ത അവർ തന്ന വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. രാവിലെ 11 മണിക്കാണ് തിരുവനന്തപുരത്തെ പാർട്ടി ഓഫീസിൽ റെയ്ഡ് നടന്നത്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞിരിക്കുന്നു. 10 മണിവരെയും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ റെയ്ഡ് തുടരുകയായിരുന്നു ഈ ED എന്ന് പറയുന്ന സംവിധാനം. അതുപോലെ തന്നെ മലപ്പുറത്ത് രാവിലെ റെയ്ഡ് ചെയ്ത് വൈകുന്നേരം അവസാനിപ്പിച്ചതിന് ശേഷം വീണ്ടും ആ ഓഫീസിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാരോട് ആവശ്യപ്പെട്ടു. ഞങ്ങളുടെ നേതാക്കന്മാർ അവിടെ ചെന്നിട്ട് വീണ്ടും ആ ഓഫീസ് തുറന്നു കൊടുത്തു. ഇനിയും നിങ്ങൾ റെയ്ഡ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അവർ ഒരു പേപ്പർ മാത്രം എടുത്തുകൊണ്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി സുതാര്യമാണ്.
ഈ പാർട്ടിക്ക് ഒന്നും മറച്ചു വെക്കേണ്ടതില്ല. അങ്ങനെ മറച്ചു വെക്കേണ്ടതായി ഒന്നും ഈ രാജ്യത്ത് ഞങ്ങൾ പ്രവർത്തിക്കുന്നില്ല. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ, ഈ രാജ്യത്തിന്റെ സത്യത്തിന് വേണ്ടിയിട്ടാ. ഈ രാജ്യം ഇന്നീ നിൽക്കുന്നെങ്കിൽ, ഈ പാതിരാത്രിയിൽ നമുക്കിവിടെ സംഘടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വെറുതെ ഒരു ദിവസം ഉണ്ടായതല്ല. നമ്മുടെ പൂർവികർ അവരവരുടെ കുടുംബം കൊടുത്തു, അവരുടെ രക്തം കൊടുത്തു, അവരുടെ ജീവൻ കൊടുത്തു. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് നമ്മുടെ പൂർവികർ ജയിലറകളിൽ കഴിയേണ്ടി വന്നു. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നേടിയത്. സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടില്ലാത്ത ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ രക്തത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, ഒരു ഇഡിയോ ഒരു മോഡിയോ ഒരു RSSO വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്നതല്ല SDP എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, SDP തുറന്ന പുസ്തകമാണ്, സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതാണ്. 700-ലധികം ജനപ്രതിനിധികളുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. 21 സംസ്ഥാനങ്ങളില് 21 ഭാഷകൾ സംസാരിക്കുന്നിടത്ത് ഈ പാർട്ടിയുടെ കൊടി പാറുന്നുണ്ട്. അത് മാത്രമല്ല, 10-ലധികം തദ്ദേശ സ്ഥാപനങ്ങൾ ഈ പാർട്ടി മത്സരിക്കുന്നുണ്ട്, ഭരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ ഈ പാർട്ടി തീർത്തും രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, ഭരണഘടനയെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കൃത്യമായ ഭരണഘടനയുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഈ രാജ്യത്ത് ഒന്ന് പ്രവർത്തിക്കാൻ, ഒന്ന് ഓഫീസ് നിലനിർത്താൻ, അതിന്റെ ദേശീയ പ്രസിഡന്റിന് ആ സ്വൈര്യവികാരം നടത്താൻ അവസരം നിഷേധിക്കപ്പെടുമ്പോ ഇന്നീ കാണുന്ന ഞങ്ങളുടെ പ്രവർത്തകർ ഇറങ്ങിയതുപോലെ ഓരോ ഗ്രാമങ്ങളിലും ഞങ്ങളൊന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ ആയിരങ്ങളല്ല ലക്ഷങ്ങൾ ഈ പാർട്ടിക്കുണ്ട്. അതുകൊണ്ട്